ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് മനോഹരമായ 5 മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ വയലറ്റ് പൂക്കളും വെരിഗേറ്റഡ് ലീഫും ഉള്ള പുതിയൊരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് മെലസ്റ്റോമ. നല്ല ഡാർക്ക് വയലറ്റ് ഫ്ലവേഴ്സാണ് ഇതിന്. നെക്സ്റ്റ് വൺ നമ്മുടെ നോർമൽ വയലറ്റ് മെലസ്റ്റോമ. അടുത്തത് യെല്ലോ മെലസ്റ്റോമ. യെല്ലോ മെലസ്റ്റോമ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയൊരു ഐറ്റമാണ്. യെല്ലോ മെലസ്റ്റോമേൻ്റെ ലീഫ് നമ്മുടെ സാധാരണ മെലസ്റ്റോമയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഒരു വയലറ്റിൽ നിന്ന് കുറച്ച് മാറ്റമുള്ള ഒരു പിങ്ക് മെലസ്റ്റോമ. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. നെക്സ്റ്റ് വൺ വൈറ്റ് മെലസ്റ്റോമയാണ്. വൈറ്റിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. നമ്മളുടെ അടുത്തുള്ളത് ഈ വെറൈറ്റിയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് ഇത്രയും പൂക്കൾ വിരിയുന്ന മറ്റൊരു ചെടിയും ഉണ്ടാവില്ല. ലോങ് ലൈഫുള്ള ഒരു പ്ലാന്റാണ്. പൂക്കളിങ്ങനെ നിറഞ്ഞ് കൊലകുത്തി പൂത്തുകൊണ്ടിരിക്കും. എപ്പോഴും തന്നെ പൂക്കളുണ്ടാവും. ഒരുപാട് മുട്ടുകളും പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ. നോക്കി, ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഇത് വൈറ്റ് മെലസ്റ്റോമേൻ്റെ പ്ലാന്റാണ്. ഇത് വെരിഗേറ്റഡിൻ്റെ. ഈ കാണുന്ന പ്ലാന്റാണ് യെല്ലോ മെലസ്റ്റോമയുടെ. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യണം. നമ്മൾ DTDC കൊറിയർ വഴിയും പോസ്റ്റൽ വഴിയും അയക്കുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. 5 മെലസ്റ്റോമ പ്ലാന്റ്സ് നല്ല റീസണബിൾ റേറ്റ് ആണ് കേട്ടോ, 399. ഇത് നോക്കിയാൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ മെലസ്റ്റോമയെ നമുക്കൊരു പൂമരമാക്കിയും വളർത്താൻ പറ്റും. അതുപോലെ ചെറിയ ചെടിയായിട്ട് വളർത്തണേ അങ്ങനെയും പറ്റും. പ്രോപ്പറായിട്ടുള്ള പ്രോണിങ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഓഫേഴ്സ് നമ്മളുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ചെടിയുടെ പോട്ടി മിക്സിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. എപ്പോഴും നിങ്ങൾ ചെടികൾ നടുമ്പം നല്ല പോട്ടി മിക്സ് എടുക്കുക. നിലത്ത് നടുന്ന ചെടികളാണെങ്കിൽ വലിയ കുഴി എടുക്കുക. ആ കുഴിയിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷം ചാണകപ്പൊടിയും ചകിരിച്ചോറും കരിയില, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴി ഫില്ല് ചെയ്തിട്ട് ആ കുഴിയിൽ ചെടി നടുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഒരുപാട് നാളീ ചെടീൻ്റെ പുറകെ നോക്കി നിൽക്കണ്ട. നന മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്ന് നിറയെ പൂക്കും. അത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും നടുമ്പം എപ്പോഴും വലിയ കുഴിയെടുത്ത് നടുക. വലിയ കുഴിയിൽ കല്ലൊന്നുമുള്ള മണ്ണിടരുത്. നല്ല ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ആയിട്ട് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചെടി നട്ടിട്ട് പിന്നീട് ഒരുപാട് വളങ്ങൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞും എന്തുകൊണ്ടും ബെറ്ററാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ചെടികൾ ഓർഡർ ചെയ്യുന്നവർ ചെടികൾ നടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ചെടികൾക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചോ ഒക്കെയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അപ്പം അങ്ങനെ ചോദിച്ച് നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊക്കെ ചെടികൾ നടുന്ന ആൾക്കാർക്ക് കുറച്ച് അറിവ് കുറവുണ്ടാവും. അവർക്ക് ചെടികൾ എങ്ങനെ നടണമെന്നൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നടുവാണെങ്കിൽ നിങ്ങൾക്ക് ചെടികൾ നശിച്ചു പോവാതെ അല്ലെങ്കിൽ വളർച്ചയില്ലാതായി പോവാതെ പെട്ടെന്ന് ഗ്രോത്ത് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെടികൾ നടുക. അപ്പം നിങ്ങളുടെ വീട്ടിലൊരു പൂന്തോട്ടം ഒരുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ. ചാനൽ